നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ എന്റെ മകനെ വേദനിപ്പിക്കുന്നതിന് സർവേശ്വരന്റെ കയ്യിൽ നിന്ന് നിനക്കൊരു ശിക്ഷ ഉറപ്പാ. അന്ന് നീ കരയും, പൊട്ടി പൊട്ടി കരയും. ഞങ്ങൾ വരുന്നത് കണ്ടോണ്ട് മാത്രമാ നീ സത്യടച്ചനെ പറഞ്ഞുവിട്ട്. വിഷ്ണുട്ട, അതിലെനിക്ക് ഒരു സംശയമില്ല. വിഷ്ണുട്ട, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. ഈ കുഞ്ഞിനെ പറഞ്ഞ പറ്റിക്ക് എന്ത് കഥകൾ വരും പറഞ്ഞോ, പക്ഷെ ഈ നുണക്കഥകളുമായിട്ട് എന്റെ മുന്നിലേക്ക് വരരുത് വിഷ്ണുട്ട. കാരണം ഞാൻ ഇപ്പൊ വെറുക്കുന്ന ചുരുക്കം ചിലരിൽ മുന്നിൽ നിൽക്കുന്ന ആള് നീയാ. അത് നീ നിന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ ഉള്ളിലുണ്ടാക്കിയതാ. അതിനി എന്റെ ഉള്ളിൽ നിന്നും മാറില്ല, ഒരിക്കലും മാറില്ലടി. ഒരിക്കലും. എങ്ങോട്ടാ? ഈ കള്ളനും പോലീസും കളി എവിടെ വരെ പോകുന്നു നമുക്കൊന്ന് കാണാം. എടി, ഇപ്പൊ നീ വിജയിക്കുമായിരിക്കും. അതിന്റെ ഒരു സന്തോഷവും നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷേ എന്നെ എന്റെ മകനെ വേദനിപ്പിക്കുന്നതിന് സർവേശ്വരന്റെ കയ്യിൽ നിന്ന് നിനക്കൊരു ശിക്ഷ ഉറപ്പാ. അന്ന് നീ കരയും, പൊട്ടി പൊട്ടി കരയും. അത് ഞാൻ കാണും. ഈശ്വരനത് എന്നെ കൊണ്ട് കാണിക്കും. ഉറപ്പിച്ചു വെച്ചോ നീ. നിനക്കുള്ള കുഴി നീ തന്നെ കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ സത്യാമ്മയും ബിഗ് ഫ്രണ്ടും അമ്മയും വഴക്ക് പറഞ്ഞത്? അല്ല, ഞാനും അച്ഛനും ഇവിടെ ഉണ്ടെന്ന് അമ്മയോട് ആര് പറഞ്ഞു? അമ്മ എങ്ങനെ ഇവിടെ എത്തി? മോളിതാരെയാ നോക്കുന്നത്? ബിഗ് ഫ്രണ്ടിനെ. ബിഗ് ഫ്രണ്ടിനെയോ? ആ, വിഷ്ണു അച്ഛനില്ലേ? വിഷ്ണു അച്ഛനെ ഞാൻ വിളിക്കുന്നത് ബിഗ് ഫ്രണ്ട് എന്നാ. അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ബിഗ് ഫ്രണ്ടിനോട് ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ വന്ന എനിക്ക് വിഷ്ണുവേട്ടന്റെ മുന്നിൽ ഈ വേഷമായി പിടിച്ചു നിൽക്കാനാവില്ല. സത്യക്ക് മുന്നിൽ വെച്ച് എനിക്ക് ചിലപ്പോൾ സത്യങ്ങൾ പറയേണ്ടി വരും. അത് സത്യയുടെ കൊച്ചു മനസ്സിനെ വല്ലാതെ ബാധിക്കും. എങ്ങനെയെങ്കിലും വിഷ്ണുവേട്ടൻ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം കാണണം. എന്താ ഇപ്പൊ ചെയ്യാം? അച്ഛൻ എന്താ ആലോചിക്കുന്നത്? മോള് കഴിക്ക. അച്ഛൻ അർജന്റായിട്ട് ഒരു കോൾ ചെയ്യാനുണ്ട്. ഹലോ മാഡം. ശരി മാഡം, ഞാൻ പെട്ടെന്ന് എത്താം.
പരിഹാരം കാണും. എന്ത് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടനെ സത്യമേ മനസ്സിലാക്കാം. അല്ല, ഇതെന്താ പോയതുപോലെ അല്ലല്ലോ വരുന്നത്? ഇതെന്താ ബൈക്ക് മാറ്റി കാറാക്കിയോ? ആക്കേണ്ടി വന്നു. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമേ. തലനാരിഴയ്ക്ക ഒന്ന് രക്ഷപ്പെട്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛന്റെ കൂടെ പുറത്തു പോയിട്ട്? റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയത് അച്ഛനാണെങ്കിലും തിരിച്ചു കൊണ്ടുവന്നത് അമ്മയാണെന്ന് മാത്രം. എന്തായാലും അച്ഛനുമായിട്ട് ഭക്ഷണം കഴിക്കണമെന്നുള്ള മോഹം നടന്നല്ലോ. ഇനി അതിന്റെ പേരിൽ വാശി കാണിക്കില്ലല്ലോ? ഇല്ല. ഇനി അച്ഛനെ ജോലി ചെയ്യിക്കാൻ സമ്മതിക്കാതെ എപ്പോഴെപ്പോഴും വരണമെന്ന് നിർബന്ധം പിടിക്കുവോ? അതും ഇല്ല. എന്നാ പോയി എഴുതാനുള്ള എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇനി ഇവിടെ കറങ്ങി നടന്ന് ഹോംവർക്ക് ചെയ്തില്ലെന്നും പറഞ്ഞ് ടീച്ചറിന്റെ വഴക്ക് കേൾക്കണ്ട. ചെൽ. ആ, എന്താടി ഉണ്ടായത്? റെസ്റ്റോറന്റിലേക്ക് വിഷ്ണുവേട്ടനും സത്യാമ്മയും എത്തിയമ്മേ. അയ്യോ, അച്ഛനെ ബിഗ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി സത്യ വിളിച്ചു വരുത്തിയതാ. എന്നിട്ടെന്താ, ഈശ്വരാനുഗ്രഹവും അനുവിന്റെ സഹായവും. അതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. സത്യയുടെ മുന്നിൽ വെച്ച് ആ രൂപത്തിൽ വിഷ്ണുവേട്ടൻ എന്നെ കണ്ടിരുന്നെങ്കിൽ ഞാനിപ്പോ ഏത് വേഷത്തിൽ വന്നാലും വിഷ്ണുവേട്ടൻ എന്നെ തിരിച്ചറിയാൻ പറ്റില്ലേ? അവിടെ കള്ളങ്ങള് പൊളിഞ്ഞ സത്യക്ക് മനസ്സിലാവില്ലേ നമ്മളെല്ലാവരും കൂടി അവളെ പറ്റിക്കായിരുന്നെന്ന്? ആ കൊച്ചു മനസ്സിനത് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ? പിന്നെ അത് നമ്മൾ തന്നെ കാണണ്ടേ? അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതെ കിടന്നു നോക്കാൻ അമ്മയ്ക്കറിയാലോ. ഇപ്പൊ ആ മനസ്സ് ശാന്തമായിരിക്കുന്നത് അച്ഛനെന്നൊരാൾ അവൾക്കുണ്ടെന്നുള്ള ആശ്വാസത്തിലാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.